ഹലോ, എൻ്റെ ഈ ഒരു കുഞ്ഞ് ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പും ഇൻസ്റ്റഗ്രാമും വഴിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ഫോണുണ്ട്, അതുപോലെ 3 പെന്ന് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ബ്ലൂ, റെഡ്, പിന്നെ ഒരു CD മാർക്കറാണ്, പിന്നെ എൻ്റെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇതിലാണ് ഞാൻ ഓർഡേഴ്സൊക്കെ എഴുതി വെക്കാറുള്ളത്. ഇത് പാക്കിംഗ് കവറാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു കവറുണ്ട്. പിന്നെ ഇത് താങ്ക്സ് കാർഡ് 2 ടൈപ്പിലാണ് കേട്ടോ. ഒരെണ്ണം സ്റ്റിക്കർ ടൈപ്പും ഒരെണ്ണം നോർമൽ ടൈപ്പിലും വരുന്നതാണ്. പിന്നെ ഉള്ളത് സ്റ്റിക്കർ ടൈപ്പിൽ അഡ്രസ് കാർഡാണ് കേട്ടോ. ഇതിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ CD മാർക്കർ പെന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പ്രൊഡക്റ്റുകളാണ്, കസ്റ്റമർക്ക് അയക്കാനുള്ള പ്രൊഡക്റ്റും പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ഡെക്കോർ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സും മാറ്റും ഒക്കെ വെച്ച് നമുക്ക് ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഭംഗിയായി തോന്നിക്കാനുള്ള കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അഡ്രസ് കാർഡിൽ കറക്റ്റായിട്ട് കസ്റ്റമറുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എഴുതി ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് ഒക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനിൽ ഇതുപോലെ സിമ്പിളായി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് ഒരു തംബ്നെയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഇതേ പാറി നടന്നു പോയ ആളെ ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ആളും കൂടി ഈ കൂട്ടത്തിലുണ്ട്. ഇതൊരു ഫോമാണ്. ഫസ്റ്റ് വന്ന ഓർഡറിൽ ഒരു സ്റ്റാമ്പ് പാഡ് ആയിരുന്നു. അപ്പോൾ അതേ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാം കേട്ടോ. താങ്ക്സ് കാർഡിൽ സ്റ്റിക്കർ ടൈപ്പ് വരുന്ന ഈ ഒരു സ്റ്റിക്കർ കൊണ്ട് ഇത് നന്നായിട്ട് ഒട്ടിക്കും. അപ്പോൾ അതോടെ സെക്യൂർ ആയിട്ട് നിൽക്കും കേട്ടോ. പെട്ടെന്ന് വീണ് പോവുകയൊന്നും ചെയ്യില്ല. നമ്മൾ ഈ സെലോ ടൈപ്പ് വെച്ച് ചുറ്റുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ടായി. പിന്നെ ആ ഓർഡർ നേരെ പാക്കിംഗ് കവറിൽ വെച്ച് അത് സെക്യൂർ ചെയ്ത് അതിൽ ഫൈനലി അഡ്രസ്സും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഓരോ ഓർഡേഴ്സും പാക്ക് ചെയ്യാറുള്ളത്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ഓരോ ഓർഡേഴ്സും പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് ഓരോ ഓർഡറും പാക്ക് ചെയ്തതിന് നേരെ ഈ റെഡ് പെൻ യൂസ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് പോകട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഏതൊക്കെ ഓർഡേഴ്സ് ആണെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.